ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ നല്ല നമ്മളിവിടുന്ന് ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകണം. ഞാൻ ഇപ്പം കണ്ണൂരാണുള്ളത്, എൻ്റെ വീട്ടിലാണുള്ളത്. തിരിച്ച് നമ്മൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകണം. കുറേ കാലമായിട്ട് നമ്മളിപ്പോൾ ഹൈദരാബാദിലെ വ്ളോഗൊന്നും ഇട്ടിട്ടില്ല പറയുന്നവർട്ടും. അപ്പം ഇന്നത്തെ ഒരു പ്രത്യേക സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തേർഡ് എ സിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ട്രെയിനിൽ. നമുക്ക് ഇന്ന് നോക്കുമ്പോഴേക്കും ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് വേണമെങ്കിൽ ഇവിടെ കാണിക്കാം. കൺഗ്രാജുലേഷൻ, നമ്മൾ ഹയർ ക്ലാസ്സിലേക്ക് ഇതായിട്ടുണ്ട്. അതായത് ഫസ്റ്റ് എ സിയിൽ കിട്ടിയിട്ടുണ്ട്. എന്തൊരു ലക്കാന്ന് പറയാം. 4000 രൂപേൻ്റെ ടിക്കറ്റാണ് ഗൈസ് കിട്ടിയേക്കുന്നത്, 1500. അപ്പം അതിലുള്ള എക്സ്പീരിയൻസും അതിൻ്റെ കൂടെ ഇതൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. രാത്രി അപ്പോൾ അധികം പോകുന്നൊന്നും കാണിക്കണമെന്നില്ല. അപ്പോൾ എന്തായാലും കേസ് നമുക്ക് അങ്ങോട്ടേക്ക് വിടാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് എ സി എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം സെറ്റാണ്. നമ്മളെ ഇതിൽ 4 ആളുണ്ട്, അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മളെ റൂം കാര്യം എന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. നമ്മളുള്ളത് ഇപ്പോൾ എഫിൽ, അപ്പോൾ ഇവരെ ഉറങ്ങി. അപ്പോൾ നമുക്കിപ്പം ഇപ്പോൾ തൽക്കാലം വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ എൻ്റെ ക്യാബിനും മറ്റേത് കൂപ്പൊക്കെയാണ്. അപ്പോൾ എനിക്ക് ക്യാബിൽ 4 ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും കിടന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ തുറന്നപ്പോൾ അവർ ഞെട്ടി. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ രാവിലെ വീഡിയോസ് കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ IRTCCയുടെ CTCയുടെ നമ്മുടെ ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് നമ്മൾ തന്നെ സ്വന്തം ആപ്പിൽ നിന്ന് ബുക്ക് ചെയ്യുന്നതിനെടുക്കുന്നത് കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രഡേഷൻ എന്നൊരു ഓപ്ഷൻ കൊടുക്കാനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തേർഡ് AC ബുക്ക് ചെയ്താൽ സെക്കൻഡ് ACയിലേക്ക്, സ്ലീപ്പർ ബുക്ക് ചെയ്താൽ തേർഡ് ACയിലേക്കൊക്കെ അപ്ഗ്രഡേഷൻ കിട്ടും. അവിടെ ആളില്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് കയറ്റും. അങ്ങനെ ഞാൻ തേർഡ് AC ബുക്ക് ചെയ്ത് എനിക്ക് ഫസ്റ്റ് ACയിലേക്ക് കിട്ടിയത്. അതായത് ഞാൻ 1700 കവർ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 1600 സംതിങ്ങിൻ്റെ. എനിക്ക് അപ്ഗ്രഡേഷൻ കിട്ടി 4000 രൂപേൻ്റെ ടിക്കറ്റിനാണ് ഫസ്റ്റ് AC ടോപ്പ്. ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും ടോപ്പ് സീറ്റിംഗ് ആണിത്. ഇതിലേക്ക് എനിക്ക് കിട്ടിയത്. ഭയങ്കര ഹാപ്പിയാണ്. ഇത് ആദ്യമായിട്ടാണ്. ഒറ്റയ്ക്ക് വരുമ്പം എന്തെങ്കിലും ഇങ്ങനെ വെറുതെ വെച്ചിട്ട് ഒറ്റയ്ക്ക് ഹൈദരാബാദിലേക്ക് 24 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പോൾ അങ്ങനെ പോകണം. അപ്പം സംഭവം കിട്ടി, പുതിയൊരു എക്സ്പീരിയൻസ് ആയി. കാരണം കിടിലാണ് കേട്ടോ സംഭവം. മേലെ കയറാൻ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം ഇപ്പോൾ കാണിക്കണമെന്നുണ്ട്, കാണിക്കാനില്ല. അവരെ ലൈറ്റ് അടിച്ച് എനിക്ക് കോമഡിയാവും. അപ്പോൾ കുറച്ച് വെള്ളവും കേക്ക്സൊക്കെ ഉണ്ട്. അത് കഴിച്ചിട്ട് നാളെ രാവിലെ എല്ലാം കാണിച്ചു. ഓക്കെ ഗൈസ്, വേറെ സംഭവം എന്താ വെച്ചാൽ നല്ല സൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് AC ആയിക്കോട്ടെ, സെക്കൻഡ് ക്ലാസ് ആയിക്കോട്ടെ, തേർഡ് ക്ലാസ് ആയിക്കോട്ടെ, ഏത് AC ആയാലും നമ്മുടെ ബാത്റൂമിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയില്ല. കാണിച്ചു തരാം. ഞാൻ കരുതി വലിയ സംഭവമായിട്ടായിരിക്കും. അത്യാവശ്യം നീറ്റുണ്ട്. പക്ഷേ ഇതാണ് സാധനം. ഇവിടെ ആണെങ്കിൽ ഇതായിട്ടുള്ളത് ബാത്റൂമുള്ളത്. അത് നമുക്ക് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ബാത്റൂം യൂസ് ചെയ്യാം. ഇതെന്തോ ഹീറ്ററിന്റെ ഒക്കെ ആണ്. പിന്നെ നമുക്ക് ഇത് ഷവർ സാധനം ഉണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോന്നോ ഉള്ളതൊക്കെ അറിയാം. ഉണ്ട്, നോക്കട്ടെ വർക്ക് ചെയ്യുന്നുണ്ടോ അറിയില്ല. വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. പിന്നെന്താണ്, പിന്നെ ഇതുണ്ട്, നമുക്ക് ബാത്റൂം ഉണ്ട്, അപ്പുറം ടോയ്ലറ്റ് ഉണ്ട്. ഇത്രേ ഉള്ളൂ. പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും അങ്ങനെ രാത്രി ഉറങ്ങാൻ നോക്കിയപ്പം ഇതായിരുന്ന അവസ്ഥ. ഒരുത്തം നല്ല കൂർക്കം വലുതായാലും അങ്ങനെ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ഭയങ്കര ശല്യമായിരുന്നു മൊത്തത്തിൽ. അപ്പം നമ്മൾ രാത്രി ഉറങ്ങി എണീച്ചിരിക്കുകയാണ്. ഒരു വിധത്തിൽ അങ്ങനെയൊക്കെ ഉറങ്ങി. അപ്പം നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫുഡ് കഴിക്കണം. അപ്പം നമ്മുടെ ഫുഡ് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓയിലൊക്കെ പോയിട്ട് കൊണ്ടുവന്നത്. നോക്കട്ടെ എന്താ സംഭവം, എന്താന്ന് കൊണ്ടുവന്നത് നോക്കട്ടെ. നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നല്ല കെട്ടിലും പത്തിലും ബീഫുമാണ്. ഇത് കഴിച്ചോട്ടെ. ചെറിയ കഷ്ണം പത്തലിട്ട് കെട്ടാൻ ഒരു ബീഫിൻ്റെ കഷ്ണം എടുത്തിട്ട് ചെറുക്കി പിടിച്ചിട്ട് എന്നിട്ട് രാത്രി കൊണ്ടുവന്നാൽ ഫുഡൊന്നും ഇല്ല. നല്ല ടേസ്റ്റ്. വയസ്സ് നമ്മൾ ഫുഡ് ടേസ്റ്റിങ്ങിന് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് മൊത്തമായിട്ട് കാണിച്ചിട്ടില്ല. താഴെ 2 പേരുണ്ട്, അവരിപ്പോൾ ഇറങ്ങും. അതിനാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഡോറിലോട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ ലോക്കൊക്കെ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു സാധനം കാണിച്ചു തരാം. അതായത് നമ്മളിവിടെ കിടക്കുമ്പോൾ നമുക്ക് സൂപ്പറല്ലേ. അപ്പം നമ്മൾ വണ്ടി വിട്ട് ഇവിടുന്ന് Day 2 ആയി. നമ്മൾ ഇന്നലെ ഒന്നും മര്യാദയ്ക്കൊന്നും കാണിക്കാൻ പറ്റില്ല. എനിക്കപ്പം ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ എന്ത് പറഞ്ഞു, ഓട്ടോ അപ്ഗ്രഡേഷൻ എന്നൊരു സംഭവം കൊടുത്തിട്ടാണ്. അപ്പം
ഫസ്റ്റ് AC എന്ന് പറയുന്നത് കോപ്പയെന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, പിന്നെ ക്യാബിനുണ്ടാവും. കോപ്പയിൽ 2 പേരും ക്യാബിന് 4 പേരാണ്. അപ്പോൾ എനിക്ക് ക്യാബിനാണ് കിട്ടിയത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിന്. ഇങ്ങനെയാണ് ക്യാബിൻ വരിക. ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കയറാം ഒറ്റയ്ക്ക്. ഇപ്പം ഇവിടെയുള്ള എല്ലാവരും പോയി, ഞാൻ ഒറ്റക്കായി. അപ്പം ഇങ്ങനെ കയറിയിട്ട് സാധനം അടച്ചിട്ട് ഇവിടെ ലോക്ക് ഉണ്ട്, അതും അടച്ചിട്ട് നമ്മുടെ പ്രൈവസി, നമ്മുടെ സ്വന്തം റൂം പോലെയായി. ഇനി ഒരുത്തിന് നമുക്ക് പേടിക്കണം. നമ്മുടെ ലഗേജും ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇവിടെ 4 പേർക്ക് കിടക്കാനുള്ള ഇതാണ് ഇപ്പം ഉള്ളത്. 4 പേർക്ക് കിടക്കാന്ന് വെച്ചാൽ ഇരിക്കാനും ഇവിടെ നമുക്ക് ഇരിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിടക്കല്ലേ, ഇവിടെ ശരിക്കും നമുക്ക് ഇരിക്കാം. അങ്ങനെയുള്ളു. നല്ല സുഖമായിട്ടാ ഇവിടെ നമ്മൾ ഇരിക്കുന്നു. ആണെങ്കിൽ ഇങ്ങനെ വെച്ച് സൂപ്പറിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നല്ല കൂൾ വൈബാണ് ഇവിടെ ഇരിക്കാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വേറെ തന്നെ ഒരു സംഭവമാണ്, വേറെ തന്നെ ഒരു പ്രീമിയം ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സംഭവം കയറി നമുക്കിവിടെ മേലെ കയറാം. കാരണം ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് കയറാൻ പറ്റണമെന്നില്ല, എനിക്ക് പറ്റുന്നുണ്ട്. അപ്പം പലർക്കിങ്ങനെ സ്റ്റെപ്പ് പിടിച്ച് നമുക്കിങ്ങനെ ഡയറക്റ്റ് കയറി അവിടെ മേലെ കയറാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് വോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെ മെയിൻ. മേലുള്ളവർക്ക് ഒരു ലാമ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട്, പിന്നെ ഡയറക്റ്റ് അവിടെ നമുക്ക് കറക്റ്റ് നമ്മളെ കട്ടിൻ്റെ അവിടത്തേക്ക് മൊബൈൽ ചാർജ് ചെയ്ത് വെക്കാണ്ട്, പിന്നെ നല്ല ക്ലീൻ മിറർ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹായ്. അപ്പം ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ആട്ടോ ഇത്. ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ ഇത് ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഈ ഒരു ഇതിന് വരുന്നത്? 4,000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട് ഹൈദരാബാദിലേക്ക്. അപ്പോൾ തേർഡ് AC എന്ന് പറഞ്ഞാൽ 1,000 രൂപ. തേർഡ് AC ആണ് സുഖം. തേർഡ് AC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 6 പേരുടെ ഒരു ഭാഗത്താണ് ഉണ്ടാവുക. പക്ഷേ ഇതേപോലെ പ്രൈവസിയും കാര്യമൊന്നും ഉണ്ടാവില്ല. സുഖമാണ്. ഇതിപ്പം ഇങ്ങനെ പോകുന്നതിരിക്കുന്ന എല്ലാവരും ഇറങ്ങിപ്പോയിക്കഴിഞ്ഞാൽ വേറെ തന്നെ വൈബാ. പിന്നെ എന്താണ് ഇങ്ങനെ കിട്ടിപ്പോക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഒറ്റയ്ക്ക് പോകുമ്പോൾ ആ സംഭവം കൊടുത്തതിന് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിപ്പോകും, അത്രേ ഉള്ളൂ ഭാഗ്യത്തിന്. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ എത്തിയെന്ന് എനിക്കും അറിയില്ല. ഇങ്ങനെ ട്രെയിൻ പോകുന്നുണ്ട്, എവിടെയെങ്കിലും എത്തുമായിരിക്കും. എന്തായാലും നമുക്കിപ്പം പോകുന്നേക്ക് ഒരുപാട് ആരെങ്കിലും വരുമായിരിക്കും, നോക്കാം. ഇനിയാണ് ഗൈസ് മെയിൻ കോമഡി കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഒരു സാധനം പറഞ്ഞു, നമ്മൾ ഇന്ത്യൻ റെയിൽവേ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഈ ലോക്ക് ഇട്ടിട്ട് നമ്മൾ സേഫാന്ന് പറഞ്ഞു. ഞാൻ ഈ ലോക്ക് ഇടാണ്, നോക്കിക്കോളൂ ഗൈസ്. ഹായ്. നമ്മൾ ലോക്ക് തുറക്കുന്നു, നോക്കിക്കോളൂ ഗൈസ്. ഒരു അലക്കിയില്ല. ലോക്ക് അവിടെ വെറുതെ വെച്ചത് കാണാൻ ഗൈസ്. അപ്പം നമ്മൾ ഇന്ത്യൻ റെയിൽവേനെ നല്ലത് പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുകയാണ്. ഒരു പ്രൈവസി ഇല്ല ഗൈസ്. ഇവിടെ ലോക്ക് വിട്ടിട്ട് നമ്മൾ ഇതായിക്കഴിഞ്ഞാൽ, പക്ഷേ ഇവിടെ ആരും കയറില്ല. കാരണം ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ലോക്കാണ്. ഈ ഒരു ഒറ്റ കോച്ചിലുള്ളൂ, H1 എന്ന് പറഞ്ഞത്. ഫസ്റ്റ് AC ഒറ്റ കോച്ചുള്ളൂ. അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് ലോക്കാണ്. ആരെങ്കിലും കയറി നമ്മൾ ബാഗൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ട്രെയിൻ നിർത്തണം. ട്രെയിൻ നിർത്തുന്ന സമയത്ത് ആർക്കെങ്കിലും കയറി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ ഉണ്ടാവുമല്ലോ. ട്രെയിൻ ഓടുന്ന സമയത്ത് മാത്രം ടോയ്ലറ്റ് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ട്രെയിൻ ഓടുന്ന സമയത്ത് നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് ആരെങ്കിലും ഇവിടെ നിന്ന് കെട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ കോച്ചിൽ ആരെങ്കിലും അയക്കണം. അത് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പുറം ഇപ്പുറം ഒരു TT-നെ പോലെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. അപ്പോൾ എന്തായാലും സേഫൊക്കെയാണ്. പക്ഷെ എന്നാൽ ആ ലോക്കും കൂടി ഉണ്ടെങ്കിൽ കിട്ടില്ല വരും. അതുപോലെ ഞാൻ എപ്പോഴും ഫുഡ് ഓർഡർ ചെയ്യുമ്പം ഏതോ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുക. കേരളം വിട്ടിയപ്പോഴുള്ള സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഐ മീൻ സെക്കൻഡ് പ്ലാറ്റ്ഫോം കൊണ്ടാണ്. ഇതിലേതാണ് ഇതിൻ്റെ പേരെന്താ നോട്ടെ, നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് തരാം, നിങ്ങൾ തന്നെ വായിച്ചോ. എന്താണ് നന്ദലൂർ എന്നല്ല, തമിഴ്നാട് കഴിഞ്ഞ് ആന്ധ്രയിൽ കയറി. അപ്പം ഞാൻ സാധാരണ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം വെജ് ബിരിയാണി മാത്രമാണ് ഓർഡർ ചെയ്യല്. വെജ് ബിരിയാണി മാത്രം. ഞാൻ ചിക്കനും മുട്ട ഓർഡർ ചെയ്യില്ല. മുട്ട ടേസ്റ്റ് ഇല്ല, ചിക്കൻ്റെ എനിക്കറിയില്ല. എനിക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെന്താ ഞാൻ പിന്നെ എങ്ങനെ അഡാപ്റ്റ് ആവും? എനിക്ക് എന്ത് ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാനങ്ങ് കഴിച്ചോളൂ. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. എനിക്കിപ്പോൾ കുറേ ട്രോൾ ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരു ഫുഡാണ്, ഒരു നേരത്തെ ഫുഡാണെന്നുള്ളൂ. അങ്ങനെ ഇത് വേണമെന്നില്ല. അങ്ങനെ മോശം ഫുഡൊന്നുമല്ല, ഇതിൽ വലിയ രസമുള്ള ഫുഡൊന്നും ആയിരിക്കില്ല. വെജ് ബിരിയാണി തന്നെ എനിക്ക് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. എൻ്റെ കൂടെ വരുമ്പോൾ വേറെ ആരും കഴിക്കില്ല. എനിക്ക് ഓക്കെയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഒന്നും പൊതുവെ ആരും ഓർഡർ ഇല്ല. അപ്പോൾ നിങ്ങൾ വെജ് ബിരിയാണി മാത്രം ഓർഡർ ചെയ്യാം. ചിക്കൻ ബിരിയാണിൻ്റെ അവസ്ഥ എന്തായാലും ശോകമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിക്കുമ്പോൾ. ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ബിരിയാണി ഓപ്പൺ ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഇത് എവിടെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തായാലും ഷോക്കാണ് ഇതിൻ്റെ ഉള്ളിൽ, എനിക്കറിയാം. സ്മെല്ലുണ്ട് നല്ല, പക്ഷേ സ്മെല്ലൊന്നും നോക്കണ്ട. പീസൊക്കെ ഉണ്ടോ? പീസൊക്കെ ഇങ്ങനെ ഉള്ളൂ. നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി ഒന്നും ആവില്ല, അല്ലെങ്കിൽ ഹോട്ടലിൽ നടത്തുന്ന ബിരിയാണി ഒന്നും ആവില്ല. പീസൊക്കെ എങ്ങനെയാണ് വെന്തിട്ടുണ്ട്. കഴിച്ചോ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ ബിരിയാണിയുടെ ടേസ്റ്റാണ് ചിക്കൻ ബിരിയാണിക്ക്. എന്തായാലും ഇതൊന്ന് കഴിച്ചോട്ടെ, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ. ഇപ്പോൾ സ്പൂണൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സൈഡാക്കി വെച്ചിട്ട് കഴിക്കണം. അത്യാവശ്യം 3 പീസ് ചെറിയൊരു പീസ് ഉണ്ട്. എനിക്ക് വലിയ കുഴപ്പമൊന്നായിട്ട് തോന്നുന്നില്ല.
അത് എൻ്റേതാണെന്നറിയില്ല, എനിക്ക് അത്ര വെജിറ്റബിൾ ബിരിയാണിൻ്റെ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്, മസാല ഒക്കെ, പിന്നെ ചിക്കൻ്റെ ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഇതിനു മുമ്പൊക്കെ പോയപ്പോൾ ചിക്കൻ ബിരിയാണി പിള്ളേർക്ക് ഓർഡർ ചെയ്ത് വായിക്ക് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാനന്ന് കുറച്ച് കഴിച്ച് നോക്കിയിരുന്നു, ചിക്കനൊന്നും വലിയ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് ഇനിയും ഇത് മസാല നോക്കിയാൽ കാണാം, അത്യാവശ്യം ഒരു ഇതുണ്ട്. ഞാൻ കഴിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഇതുണ്ട്. പക്ഷെ എന്നാലും ആരും ഓർഡർ ചെയ്യരുത് ഗൈസ്, അങ്ങനെ എൻ്റെ പേരും കേട്ടിരുന്ന ആരും ഓർഡർ ചെയ്യരുത്. ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും വെജിറ്റബിൾ ബിരിയാണി അല്ലെങ്കിൽ നമ്മുടെ സ്വിഗ്ഗി അല്ലെങ്കിൽ അങ്ങനെ പുറത്ത് IRTCയുടെ ഇതിലൊക്കെ സൈറ്റ് ഉണ്ട്, അതിലൊക്കെ കയറിയ പുറത്ത് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓർഡർ ചെയ്ത് നോക്കുക മാക്സിമം പറ്റുന്നവർ. അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇത് ഫിനിഷ് ആകട്ടെ ഗൈസ്. ഗൈസ് ഞാനിങ്ങനെ ഫൈനലി ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ എന്ത് ഫുഡായാലും മൊത്തത്തിലങ്ങ് തീർക്കും. സംഭവം വലിയ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ക്വാണ്ടിറ്റി കുറഞ്ഞല്ല, പിന്നെയും വേണമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നത് എൻ്റെ വാക്ക് കണ്ടിട്ട് വാങ്ങരുത്. നിങ്ങൾ ട്രെയിനിലേക്ക് പോകുമ്പോൾ നല്ല വെജിറ്റബിൾ ബിരിയാണി, അതിൽ പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം ഫുഡ് കൊണ്ടുവരാൻ നോക്കാം. ഞാൻ രാവിലത്തേക്കുള്ള കൊണ്ടുവന്നു, ഉച്ചയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല, മോശമായി പോകുന്നത്. ബാക്കിയൊക്കെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഞാനൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. എന്നെപ്പോഴും ആൾക്കാരുണ്ടെങ്കിൽ സുഖമാണ് ട്രെയിനിലേക്ക് വൺ ഡേ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ. അതൊക്കെ തന്നെയാണ് ട്രെയിനിൽ വൺ ഡേ യാത്ര ചെയ്യുമ്പോഴുള്ള മെയിൻ കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള ഇങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് കണ്ടു പോകണം. എടുക്കാൻ ചടപ്പാണ്. നമ്മൾ ഫ്ലൈറ്റിനാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ടെത്തും, 24 മണിക്കൂർ നമ്മളിവിടെ പോസ്റ്റായിട്ടിരിക്കുന്നത്. പക്ഷേ ഏതോ ഒരു ഗ്രാമത്തിലാണുള്ളത്, എവിടെ ഒന്നറിയില്ല. അതായത് ഞാൻ കൊണ്ട് വേസ്റ്റിലെ ചാട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ സമയം 4 മണിയായിരിക്കുകയാണ് വൈകുന്നേരം. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഞാനൊരു മിർച്ചി ബജി ഒരു ബോണ്ടയും വാങ്ങിയിട്ടുണ്ട്. നല്ല വിഷപ്പെട്ടു. ബിരിയാണിയൊക്കെ 1 മണിക്ക് വെച്ചാണ്, അപ്പോൾ 4 മണിയായിട്ട് ചെറിയ വിഷപ്പ്. ബിരിയാണി കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ റൂമിൽ ആരും ഇല്ല, നമ്മളൊറ്റയ്ക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഒറ്റക്കായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒന്ന് കഴിച്ചു നോക്കാമെന്ന് കരുതി. ആദ്യം നമ്മൾ മിർച്ചി ബജി ഒന്ന് കഴിച്ചോട്ടെ. ചട്നിയൊന്നുമില്ല. ട്രെയിനിലുള്ള എപ്പോൾ റേറ്റുള്ള കഴിക്കും. ഇത് രണ്ടും കൂടി 30 രൂപയാണ്. നമുക്ക് ഞാൻ ഹൈദരാബാദിലാണ് വീടും താമസിക്കുന്ന സ്ഥലത്ത് 4 എണ്ണത്തിന് 30 രൂപ കിട്ടും. ഇവിടെ 10 ആയില്ല ട്രെയിനിൻ്റെ വരെ. ഇത്ര ബോണ്ടുണ്ട്. പക്ഷെ ഞാൻ മിർച്ചി ബജി കഴിച്ചു, അതായത് മുളക് ബജി. നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം എരിവില്ലാത്ത സാധനം. എരിവുണ്ട് ഞാനിപ്പോൾ പെട്ടിട്ടുണ്ടാവും. ചട്നിയും ഇല്ല, സോസൊന്നും ഇല്ല. നല്ല ടേസ്റ്റ് സാധനം. ഇനി ഇതാണ് ആലു ബജി, നമ്മളെ ബോണ്ട. എനിക്ക് കേരളത്തിൽ നിന്ന് പുറത്തു വന്ന ഈ ബോണ്ട ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവർ നമ്മുടെ നാട്ടിൽ നിന്ന് വെറും ബോണ്ടയിൽ ചിലപ്പം ഉള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഇട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാല മാത്രം. ഇതിലെന്ന് വെച്ചാൽ ഒരു വേറെ തന്നെ മസാലയാണ്, റെഡ് കളറൊക്കെ ആയിട്ട്. എനിക്ക് ബോണ്ട, ഈ മസാല ടൈപ്പ് സാധനങ്ങൾ, സമൂസ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക്. പുറത്ത് വന്നില്ല. നാട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ നല്ല ടേസ്റ്റാണ്, നാട്ടിൽ ഭാഗത്ത് ടേസ്റ്റ്. പക്ഷേ ഇവരൊരു തരം മസാല ഉണ്ട്, നോർത്ത് ഇന്ത്യൻസിൻ്റെ മസാല ഉണ്ട്, അത് കിട്ടില്ല. പക്ഷെ നമുക്ക് എന്തായാലും കിട്ടാനുള്ളൊരു ഇതില്ല. ഇവിടെ കൊടുക്കുന്ന നല്ല ടേസ്റ്റ് സാധനം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രെയിനിൽ പൊതുവെ ഇങ്ങനെ നല്ല സാധനം കിട്ടില്ല, എന്നെന്തോ ഭാഗ്യം. നല്ലതാണ്. പുറത്ത് നോക്കാൻ വേണ്ടി വന്നാൽ നല്ല ചൂട്, നല്ല വെയില്. എടുക്കാനില്ല, ഫോണ് തെറിച്ചു പോകും. കാരണം നല്ല കാറ്റും നല്ല സ്പീഡിൽ ട്രെയിൻ പോകും. തണുത്തിട്ട് ശീതത്ത് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര ചൂട്, ഇനി ഉള്ളിലേക്ക് വരുന്ന അവസ്ഥ. ഇതാണ് ഞങ്ങളുടെ കോച്ച്. നമ്മളെ 5:30 സമയമായിട്ടുണ്ട്. സമയം 5:30 ആയിട്ടുണ്ട്. ഇപ്പം ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് വേറെ ഒന്നുമല്ല, ധോണി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനുണ്ട്. ധോണിയാണോ ധോണിയെന്നൊന്നും അറിയില്ല. ഞാനിപ്പോൾ ഇങ്ങനെ കിടക്കപ്പുറത്ത് ഇങ്ങനെ കിടന്നിട്ടുള്ളത്. വേറെ നല്ല AC തണുപ്പുണ്ട്. പിന്നെ ആരുമില്ല. ഞാൻ അവിടെ ഡോറ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. വേറെ സംഭവം കിട്ടിയിട്ടുണ്ട്, വേറെ ലോക്കിംഗ് സിസ്റ്റം അവിടെ കണ്ടോ, ആ സാധനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിടന്നിട്ടുണ്ട്. ഇനിയിപ്പം 10-11 മണിയാകുമ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ എത്തുള്ളൂ. അപ്പം ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വേറെ വ്ളോഗും കാര്യം ചെയ്യാത്തത്. ഫുഡ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വ്ളോഗ് ചെയ്യായിരുന്നു, ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങോട്ട് എത്തുമ്പോൾ കാണാം. അങ്ങനെ നമ്മുടെ സമയം ഇങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. 6:15 നമ്മൾ ഹൈദരാബാദിലേക്ക് എത്തേണ്ട സമയം ആയിക്കൊണ്ടിരിക്കാൻ. ചെയ്ത സമയം നമുക്ക് കാണാൻ പറ്റൂടെ. 18 ഇവിടെ പോയി 13. ഓക്കെ, അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം 1 മാസമായി ഞാൻ ഹൈദരാബാദിൽ പോയിട്ട്. ഇപ്പം 1 മാസമായി ഞാൻ എൻ്റെ റൂം മിസ് ചെയ്യുന്നു. 1 മാസമായി അല്ല, എൻ്റെ വീട് ഭയങ്കരമാണ്. അല്ല അങ്ങനെയല്ല, 1 മാസമായി എല്ലാം മിസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പം പോകണം. അപ്പം വേറെ ഒന്നുമില്ല, നമ്മുടെ കുറച്ച് ഇപ്പോൾ ഒരു ചിപ്സ് പാക്കറ്റിന് സാധനമുണ്ട്. 20 റുപ്പീസാണ് ഇതിന്. ഇതിൻ്റെ പേരിൽ MRP എത്രയാണ് 20 ആണെങ്കിൽ എഴുതിയിട്ടില്ല. പക്ഷേ എനിക്ക് എത്ര 20 ആണെന്ന് അറിയില്ല. 20 റുപ്പീസ്. പിന്നെ ഒരു കോഫി വാങ്ങിയിട്ടുണ്ട് 10 റുപ്പീസ്. അങ്ങനെ വന്ന് നമ്മൾ റൂമൊക്കെ ലോക്ക് ചെയ്തു. പക്ഷേ നമ്മുടെ ക്യാബിനൊക്കെ ലോക്ക് ചെയ്തു. അങ്ങനെ ലേസ് ഒന്നും നോട്ടെ. ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെയൊന്നും അറിയില്ല. ഇതൊന്നും ട്രെയിനിൽ നിന്ന് കിട്ടിയതാണ്.
ട്രെയിനിൽ കിട്ടിയ ശരിക്കും വാങ്ങി തിന്നരുത് വിളിച്ചു വരിയിട്ട് എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പക്ഷേ വേറെ വഴിയില്ല, ഞാനങ്ങനെയാണ്. അപ്പം എന്തായാലും ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ. കുർണൂൾ സിറ്റി എന്ന് പറയുന്നൊരു സ്റ്റേഷനുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. കുർണൂൾ സിറ്റി എന്നാണ് സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ, കുർണൂൾ സിറ്റി എന്ന് പറയുന്നൊരു സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മെയിൻ സ്റ്റേഷനാണെന്ന് തോന്നുന്നു, പക്ഷേ ഒരു ഷോപ്പും കാര്യമൊന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് തന്നെ വിളിക്കാം. ഓക്കെ, നമ്മൾ ലേസ് വാങ്ങിത്തന്നെ ലേസ് വെക്കാൻ വന്ന് ഞാൻ നോക്കാം, വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ സമയം 7 മണിയായിരിക്കുകയാണ്. ഇങ്ങനെ നൈറ്റായിരിക്കുന്നു, മൊത്തം രാത്രിയാണ്. അതിൻ്റെ ഒരു ഇതുണ്ട്, മൊത്തത്തിൽ ഇരുട്ടായി. അപ്പോൾ ഏകദേശം ഒരു 10-11 മണിയോട് കൂടിയിട്ട് നമ്മളിവിടെ എത്തും. ഇവിടെ ഒരു കിടൽ ലൈറ്റ് ഉണ്ട്, നൈറ്റ് ലൈറ്റ്. അത് എല്ലാ ട്രെയിനിൻ്റെയും മറ്റേതിനെല്ലാം ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇതാകുമ്പോൾ ഒരു വൈബിന് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എന്തുണ്ടാക്കാനാണ് ഇവിടുന്ന്. അപ്പോൾ ഈ നമ്മളെ ഇന്ന് കിട്ടിയ നമ്മളെ ഇതൊക്കെ ഇതാണ്. ഇത് ഇങ്ങനെ അവസ്ഥ ഉള്ളത് ഏകദേശം. നമ്മളൊന്നും വൃത്തിയിടൊന്നും ആക്കിയില്ല. അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ, കിടിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി കേസ് നമ്മൾ അതിന് അവിടെ എത്തിയിട്ട് നമുക്ക് ഫുഡ് ടേസ്റ്റ് എടുക്കാം കേസ്. ഫൈനലി 9 മണിയായി. നമ്മൾ ഫുഡിന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് വന്നത് ഒരു ചപ്പാത്തി 2 ചപ്പാത്തി. ഞാൻ 2 പാക്കേജ് ചപ്പാത്തി പറയും, കാരണം വേറൊന്നുമില്ല. ഇവൻ കുറേ ലേറ്റായി, നല്ല വിശപ്പുണ്ട്. അങ്ങനെ രാത്രിത്തെ ഫുഡാണ് കഴിച്ചത്. ഏകദേശം ഇപ്പം എത്താനായി. ഇപ്പോൾ 2 സ്റ്റോപ്പുള്ളൂ. 2 സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ ഓരോ സ്റ്റോപ്പിനുണ്ടാവും. പൈസ മുട്ടക്കറി നമുക്ക് തുറന്ന് നോക്കാം. വലിയ ടേസ്റ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ വിശന്ന് കണ്ണ് കാണാൻ പറ്റാത്തൊന്ന് വാങ്ങിയതാണ്. 12 മണിയാവും നമ്മളവിടെ എത്താൻ, അതുകൊണ്ട് പറ്റില്ല. 2 മുട്ടയുണ്ട്, നല്ല കിടിലൻ ഗ്രേവിയും. അതായത് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ട്രെയിനിലെ ചപ്പാത്തി എപ്പോഴും ചെറിയ ചപ്പാത്തി ആയിരിക്കും. അതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. നമ്മൾ ചെറിയ കുഞ്ഞ് ചപ്പാത്തിയാണ്. ഇവരിതിന് ഒരു പാക്കറ്റിന് 50 റുപ്യാണ് ചാർജ് ചെയ്യുന്നത്. അതായത് 4 ചപ്പാത്തിക്ക് 50 റുപ്യ. 4 ചപ്പാത്തിക്ക്, അത് കുഞ്ഞ് ചപ്പാത്തി. നല്ല ലാഭമല്ലേ? ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചോ പറ്റും. ഞാൻ ഉണ്ടെന്ന് അറിയില്ല, കൊള്ളില്ല. അപ്പോൾ കഴിച്ചിട്ടാണ് നമ്മളെ സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായി. ഇപ്പം എന്താണ് ഫലക്നുമ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ ഇവിടെ നിർത്തിയിട്ടുണ്ട്. വണ്ടി പുറത്ത് ഇവിടെ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട്, കാണില്ല. അപ്പോൾ ഏകദേശം നമ്മൾ സ്റ്റേഷനിൽ എത്താനായി. നല്ല തിരക്കുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാ ഒരു ബാഗ്, പിന്നെ ഒരു ടൂറിസ്റ്റ് ബാഗ്, അതുപോലെ ഒരു ലാപ്പിൻ്റെ ബാഗൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാരണം പുറത്തിറങ്ങിയ വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് സ്റ്റേഷൻ്റെ പുറത്ത്. ഇവിടെ ലഗേജ് ഒക്കെ നമ്മുടെ സാധനം ബാഗ് നമ്മളെ ഊബർ വിളിച്ച് തുറക്കലാം. നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. നോ പ്രോബ്ലം. നമ്മളെ ഡ്രൈവറാണ് ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ. നമ്മളെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ റൂമിലേക്ക് പോകണം കഴിച്ചു. അപ്പോൾ മൊത്തം ലഗേജും കാര്യങ്ങളിലും ഉണ്ടായതുകൊണ്ട് നമുക്ക് പരിപാടി നടന്നില്ല. മറ്റേ പരിപാടി നടന്നില്ല. നമ്മളെ മെയിൻ പരിപാടി നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ കാര്യമൊന്നും എടുക്കാൻ പറ്റില്ല. ഗൈസ് നമ്മളെ ചട്ടൻ്റെ കൂടെ നമ്മളങ്ങനെ ഇടാൻ പോകും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നലെ കുറച്ച് ലേറ്റായി, അങ്ങനെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളിന്ന് ഇപ്പോൾ ബിരിയാണി കഴിക്കാൻ പറ്റുള്ളത്. ഇതോടുകൂടി നമ്മൾ വ്ളോഗ് നിർത്തുന്നതായിരിക്കും. ബാക്കിയെല്ലാം ബിരിയാണി കഴിച്ചിട്ട് ഇപ്പോൾ നമ്മളെ ബിരിയാണിയുടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കുറവാണ്. കിടിലൻ ബിരിയാണി. കുറേ കാലത്തിന് ശേഷം ഈ ബിരിയാണി കഴിക്കുന്നത്. വേറൊന്നല്ല, ഒരു വിറ്റ് സാധനം ചെയ്താൽ എന്താണ് സാധനം. ഇനി സൈസ് കാണിച്ചിട്ടൊന്നും വില എടുത്താൽ എൻ്റെ മോനെ ഇത്രയും വലിയ ഉള്ളി. അങ്ങനെ ഗൈസ്, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ബൈ.